ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളയുടെ ബുലൂഗുൽ മറാമിൻ്റെ അവസാന ഭാഗത്തുള്ള കിതാബുൽ ജാമിഅയിലെ ബാബു സുഹ്ദി വൽ വറ എന്ന ഭൗതിക ലോക വിരക്തിയുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. ഖാല അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമൻ കിബയ്യ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ രണ്ട് തോളുകളിലും പിടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു. അഥവാ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പറയുന്ന കാര്യം വളരെ വേഗത്തിൽ സ്വീകരിക്കാനുള്ള ഒരു മാനദണ്ഡമായി പ്രവാചകൻ സ്വീകരിച്ചിരുന്ന ചില കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കൈകൾ പിടിക്കുക, തോളിൽ പിടിച്ചു പറയുക, ചേർത്തി ഇരുത്തിക്കൊണ്ട് പറയുക. ഇതെല്ലാം ആളുകൾ പെട്ടെന്ന് സ്വീകരിക്കും. അത്തരത്തിൽ വളരെ ചെറുപ്പമായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉപദേശം നൽകുമ്പോൾ അതിനു മുമ്പേ സ്വീകരിച്ച ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് തോളുകളിലും കൈവച്ചുകൊണ്ട് ചേർത്തി പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുകയാണ്, കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബ്. നീ ദുനിയാവിൽ ഒരു അപരിചിതനെ പോലെ ആയിത്തീരുക. ഔ ആബിറു സബീൽ, അതല്ല എങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ആയിത്തീരുക എന്നാണ്. ഈ ഒരു ഹദീസിൻ്റെ ബാക്കി ഭാഗത്തിൽ മുഹദ്ദിസ് സൂചിപ്പിക്കുന്നുണ്ട്, വകാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ യഖൂൽ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് പറയുമായിരുന്നു എന്നാണ് മറ്റുള്ള ആളുകളോട്, ഇദാ അംസൈത ഫലാ തൻതദിർ അസ്സബാഹ്. എങ്ങാനും ഒരു വൈകുന്നേരമായാൽ നീ പിന്നീട് പ്രഭാതത്തെ പ്രതീക്ഷിക്കരുത്. അത്രയും വളരെ കുറച്ചേ ജീവിതം ഉണ്ടാകൂ എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. പുലരിയാകുന്ന സമയത്ത്, ആ സമയത്ത് തന്നെ, ആ പ്രഭാതത്തിൻ്റെ സമയത്ത് തന്നെ ലോകം അവസാനിക്കും, എൻ്റെ ജീവിതം അവസാനിക്കും എന്നുള്ള തരത്തിലായിരിക്കണം നീ പ്രതീക്ഷിക്കേണ്ടത്. വഇദാ അസ്ബഹത, ഇനി നിനക്ക് പ്രഭാതം ലഭിച്ചാലോ, ഫലാ തൻതദിർ അൽ മസാ, വൈകുന്നേരമാകും എന്ന് നീ പ്രതീക്ഷിക്കരുത്. വഖുദ് മിൻ സിഹ്ഹതിക ലിമർദിക, നിന്റെ രോഗാവസ്ഥക്ക് മുമ്പുള്ള ആരോഗ്യത്തിനുള്ള ഏറ്റവും നല്ല സമയം നീ അതിന് ചെലവഴിക്കുക. വമിൻ ഹയാതിക ലിമൗതിക, മരണത്തിന് മുന്നേയുള്ള നിന്റെ ജീവിതം, ആ ജീവിതത്തെ നീ പ്രയോജനപ്പെടുത്തുക എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു എന്നാൽ. സഹോദരങ്ങളെ, ഈ ഭൂമി ലോകത്ത് അതൊരല്പ കാലഘട്ടത്തേക്ക് മാത്രമുള്ള ജീവിതമാണ് അള്ളാഹു ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. അതും വെറുതെ നിശ്ചയിച്ചതല്ല, അള്ളാഹു ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരാവശ്യത്തിന് വേണ്ടി ഒരു കുട്ടിയെ കടയിലേക്ക് പറഞ്ഞയച്ചാൽ ആ കുട്ടി കടയിൽ പോയി സാധനം മേടിക്കാതെ അപ്പുറത്തുള്ള കളി കണ്ടിരുന്നാൽ ആ കുട്ടിയെ നമ്മൾ ഒരുപക്ഷെ ശകാരിക്കാറുണ്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലും ആ കുട്ടിയെ അടിക്കാറുണ്ട്, ഇതെല്ലാം ചെയ്യാറുണ്ട്. എങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹു ഈ ഭൂമി ലോകത്തേക്ക് മനുഷ്യരെ പറഞ്ഞയച്ചിട്ടുള്ളത് അവനെ ആരാധിക്കാനാണ്. ആ ആരാധിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് വേണ്ടിയുള്ള ആരാധനകൾ ചെയ്യാതെ ഭൂമി ലോകത്ത് അവനാവശ്യമുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അയാൾ സമ്പാദിക്കുന്നു, അയാൾക്ക് ആവശ്യമുള്ള കുടുംബം പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്നു, എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്യുന്നു. പക്ഷേ ആരാധനയ്ക്ക് വേണ്ടി അയാൾ സമയം കാണുന്നില്ല എങ്കിൽ അതിനെക്കുറിച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഉപദേശം നൽകിയിട്ടുള്ളത്. പ്രവാചകൻ ഇവിടെ ഒന്നാമതായി പറഞ്ഞത് ഗരീബിനെ പോലെ ജീവിക്കണം, അപരിചിതനെ പോലെ. ആരാണ് അപരിചിതൻ എന്ന് പറഞ്ഞാൽ? അയാളെക്കുറിച്ച് മറ്റുള്ള ആളുകൾക്ക് അറിയില്ല, ഇദ്ദേഹത്തിന് മറ്റുള്ള ആളുകളെയും അറിയില്ല, പരസ്പരം അറിയാതെ. അപ്പോൾ എന്തുണ്ടാകും? അയാൾ അയാളുടെ ജീവിതമായി മാത്രം ചുരുങ്ങി അയാളുടെ ആവശ്യങ്ങൾ എന്താണോ അത് മാത്രം നിറവേറ്റി ജീവിക്കുമെന്നാണ്. അതല്ലെങ്കിൽ വഴിയാത്രക്കാരനെ പോലെ. വഴിയാത്രക്കാരെന്ന് പറഞ്ഞാൽ അയാൾ മറ്റൊരു യാത്രയിലാണ്. ആ യാത്രക്കിടയിൽ ആ നാട്ടിൽ തങ്ങിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം
അയാൾ ആ നാട്ടിലുള്ള ബാക്കിയുള്ള ആളുകളുടെ എല്ലാം കാര്യത്തിൽ ഇടപെടാൻ ശ്രദ്ധിക്കൂല. അയാൾക്കൊരാവശ്യമുണ്ട്, ആ ആവശ്യം നിർവഹിച്ചു കഴിഞ്ഞാൽ ഉടനെ തിരിക്കും, അടുത്ത യാത്രയ്ക്ക് പുറപ്പെടുന്നു. അത്രയേ ഉള്ളൂ. നമ്മുടെ ലക്ഷ്യം ഇത്രമാത്രമേ ഉള്ളൂ. അള്ളാഹു പറഞ്ഞിട്ടുള്ള ആരാധനകൾ നിർവഹിക്കുക, 5 നേരം നമസ്കരിക്കുക, നോമ്പ് നോൽക്കുക, എന്താണോ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങൾ ചെയ്യുക. വീണ്ടും നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് നീങ്ങും. ഇത്ര മാത്രമേ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്ന് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഇത്തരത്തിലുള്ളൊരു ജീവിതം, മറ്റുള്ള ആളുകളെല്ലാം കൂടുതലായി ഇടപെട്ട് ഭൗതിക ലോകത്തേക്ക് കൂടുതൽ ഇടപെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് യോജിച്ച കാര്യമല്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അത്തരത്തിലൊരു ജീവിതം നയിക്കാൻ നാം ഏവരും പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല അത് നമുക്ക് ഏവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.